സാർ, ഒരുപാട് ആത്മീയാഘോഷങ്ങൾ നമുക്കുണ്ട്. ഓണമുണ്ട്, വിഷുവുണ്ട്, അതുപോലെ തന്നെ ഏകാദശിയൊക്കെ ഉണ്ട്. അപ്പം ഏറ്റവും അടുത്ത് ഇപ്പോൾ നമ്മൾ ഡിസംബറിൻ്റെ ഈ വേളയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്മസാണ്. ഈ ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ദൈവപുത്രൻ്റെ പിറവിയും അതുപോലെ തന്നെ അദ്ദേഹം കൊടുത്തിട്ടുള്ള സന്ദേശങ്ങളുണ്ട്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന മഹത്തായ സന്ദേശം കൊടുത്ത്, അന്ധയായിട്ടുള്ള ആളിന് കാഴ്ച കൊടുത്ത്, പാപം ചെയ്യാത്തവർ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് ആളുകൾക്കുള്ളിലേക്ക് എന്താണ് ആ മഹാചൈതന്യത്തിൻ്റെ അവബോധത്തിൻ്റെ അംശം നിറയ്ക്കാൻ ശ്രമിച്ച ആളാണ് യേശു. മറ്റുള്ളവന് വേണ്ടി, അതായത് ദുരിതമനുഭവിക്കുന്നവന് വേണ്ടി, പാപികൾക്ക് വേണ്ടി ക്രൂശിലേറ്റപ്പെട്ടവൻ. അപ്പോൾ ഈ ആത്മീയപരമായിട്ടുള്ള നേതാക്കന്മാരൊക്കെ പറയുന്ന ക്രിസ്മസ് സന്ദേശത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം, ചേർത്ത് പിടിക്കണം, യേശുവിൻ്റെ വചനം നടപ്പിലാക്കണം എന്നൊക്കെയാണ് പറയുക. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഏത് ആത്മീയ രംഗം എടുത്തു കഴിഞ്ഞാലും ആത്മീയതയുടെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ പട്ടുമെത്തകളിലാണ്. പക്ഷേ വിശ്വാസികളായിട്ടുള്ള സാധാരണക്കാർ ഇപ്പോഴും എന്താണ് ദുരിതങ്ങളിൽ നിൽക്കുകയാണ്. അവർക്ക് ആ പറയുന്ന ആത്മീയതയുടെ ആ അന്തസത്തയിലേക്കോ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനോ കഴിയുന്നില്ല. സാർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അത് നമ്മളിന്ന് വർത്തമാന കേരളത്തിൻ്റെ അവസ്ഥയാണ് താങ്കളിപ്പോൾ ഇവിടെ കോറിയിട്ടത്. അതായത് ഈ മതമേലധ്യക്ഷന്മാരും പുരോഹിതന്മാരും ഒക്കെ വളരെ സ്വർഗീയ അവസ്ഥയിൽ, വിശ്വാസികളെന്ന് പറയുന്ന അല്ലെങ്കിൽ അണികളെന്ന് പറയുന്നവർ നരകാവസ്ഥയിൽ. സാമ്പത്തികവും ദാരിദ്ര്യവും ഒന്നും പ്രശ്നമില്ല, എല്ലാവരും കിടന്നിങ്ങനെ നീറുന്ന ഒരു അവസ്ഥ ഇന്ന് മലയാളിയുടെ ലൈഫിലേക്ക് എടുത്ത് നോക്കി കാണാൻ പറ്റും. ഇപ്പോൾ ക്രിസ്മസിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുക. ഈ ക്രിസ്തീയ സഭയും യേശു ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ബന്ധവുമില്ല. യേശു ക്രിസ്തു എന്ന് പറയുന്ന, യേശു എന്ന് പറയുന്ന ഒരു ബിംബത്തിനെ പിടിച്ചുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോകുന്നതിനുള്ള സംവിധാനങ്ങളാണ്. യേശുവിനെ പല പുരോഹിതന്മാർക്കും ഇപ്പം ഞാൻ ഇന്നിപ്പം എനിക്ക് രാവിലെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശ പോലെ ചിരിച്ച് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കേണ്ടി വന്നൊരു സംഗതിയാണെന്ന് മാതൃഭൂമി വീക്കിലിൽ മാർ ബെസാലിയോസ് മെത്രാപ്പൊലീത്ത, അതായത് മാർ ബെസാലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അധ്യക്ഷൻ, എത്ര മനോഹരമായ വാക്കുകൾ പറഞ്ഞെങ്കിൽ, സന്മനസ് ഉള്ളവർക്ക് സമാധാനത്തിൻ്റെ നക്ഷത്ര ശോഭ പകർന്നുകൊണ്ടൊരു ക്രിസ്മസ് കൂടി, അതേപോലെ തന്നെ എന്താണ് ക്രിസ്തുവിനെ അന്വേഷിച്ചിറങ്ങിയ വിദ്വാൻമാർക്ക് വഴികാട്ടിയതും, സത്യദർശനത്തിനായി ആകാശത്തേക്ക് നോക്കിയ പാമരന്മാരായ ആട്ടിടയന്മാർക്ക് മഹാസന്തോഷം പ്രദാനം ചെയ്തതും കിഴക്കുതിച്ച നക്ഷത്രമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത്, അതിജീവനത്തിനായി പലായനം ചെയ്യുന്നവർക്ക് മുൻപിൽ വാതിൽ കെട്ടിയടയ്ക്കാത്ത പുൽക്കൂടുകൾ ഉണ്ടാവേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ഏവർക്കും തിരുപ്പിറവിയുടെ സമാധാനവും സന്തോഷവും ഹൃദയങ്ങളും. ഇത്ര മനോഹരമായ സാധനം. ഇതിലെന്തെങ്കിലും അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന വാക്കുകളാണോ? ഇദ്ദേഹത്തിൻ്റെ ഈ നേതൃത്വത്തിലാണ് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ സഭയാണ്. ഇപ്പോൾ സഹോദര സഭയായ യാക്കോബായ സഭയിലെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ സെമിത്തേരിയിൽ പോലും കയറാൻ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നതും മറ്റ് സുപ്രീം കോടതി പറയും വിധി വരുന്നിരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബിഷപ്പുമാരുടെയും ഒക്കെ ഈ ഒരു പ്രസ്താവന നോക്കിയാൽ മനോഹരമാണ്. സന്മനസ്, അതുപോലെ നക്ഷത്രത്തിനെ കുറിച്ചുള്ള സംഗതി, വിദ്വാൻമാരെ നയിച്ചത് നക്ഷത്രം, പാമരന്മാർ ഗതി കിട്ടാതെ മുകളിലേക്ക് നോക്കിയപ്പോൾ അവരെ നയിച്ചത് നക്ഷത്രം. ഇതൊക്കെ ശരിയാണ്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതിനകത്തൊക്കെ ഇതൊക്കെ ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലുള്ള ഇപ്പോൾ യേശു ക്രിസ്തുവിനെ ആണെങ്കിലും ഏത് ഗ്രന്ഥങ്ങളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിനെയൊക്കെ നമ്മൾ കാണുന്നതിനകത്തൊരു അവിശ്വാസ്യത കൊണ്ടുവരും. ഈ അവിശ്വാസ്യത കൊണ്ടുവരുന്നതിനകത്ത് എന്ന് വെച്ചാൽ വളരെ സിംബോളിക്കായിട്ടാണ്. ഈ സിംബലും സിഗ്നലും തമ്മിൽ വ്യത്യാസമുണ്ട്. സിഗ്നൽ എന്ന് പറഞ്ഞാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്, വ്യക്തമായിട്ട് അങ്ങോട്ട് സൂചിപ്പിച്ചു തരും, ഇന്നതാണ് അങ്ങോട്ട് പോകാൻ പറയും. സിംബൽ അതല്ല. സിംബൽ ഓരോ വ്യക്തിയും അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ച് കണ്ടെത്തി അവൻ അറിയണം സാധനം. അതാണ് പ്രതീകങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥകളൊക്കെ പ്രതീകങ്ങളാണ്. ഉദാഹരണത്തിന് വിദ്വാൻമാർക്ക് ദർശനമായിട്ട് അല്ലെങ്കിൽ മാർഗം കാണിച്ചുകൊണ്ട് നക്ഷത്രം. അവിടെ വിദ്വാൻ അറിവുള്ളവർക്ക് അവിടെ അറിവിനെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായേ? അവിടെ നക്ഷത്രം അറിവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അറിവുള്ളവനും ഈ വിദ്വാനാണെങ്കിലും അറിവാണ് അവിടെ
അവർ നയിക്കുന്നത്. ഏത് പാമരനും ഈ വിദ്വാൻ്റെ അവസ്ഥയിലേക്ക് എത്താം, ശരിയാണ്, അവിടെ അറിവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്നാണ് കാണേണ്ടത്. അതെ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കാട്ടാളനായ രത്നാകരനിലൂടെ വാൽമീകിയെ സൃഷ്ടിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ പ്രതീകാത്മകമായിട്ട് നമ്മൾ കാണേണ്ട സ്ഥാനം. അപ്പോൾ ഏത് വ്യക്തിയും ഇതിന് അവകാശിയാണ്. പാമരനും പണ്ഡിതനും ഒരേപോലെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നയിക്കുന്ന യാതൊരു വ്യത്യാസവുമില്ലാതെ, അറിവിന് യാതൊരു വ്യത്യാസവുമില്ല. വിജ്ഞാനത്തിന്, ജ്ഞാനത്തിന് ഒരു വേർതിരിവുമില്ല. വിദ്വാനാണെങ്കിലും പാമരനാണെങ്കിലും ഒരേപോലെ അത് ചൊരിയാൻ തയ്യാറാണ്. അപ്പോൾ ആ അറിവ് എന്താണ് എന്ന് പകർന്നു കൊടുക്കുമ്പോഴാണ് യേശു യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണരുന്നത്. യേശു പുറമെ എവിടെയെങ്കിലും നിന്ന് ആരെങ്കിലും വന്ന് സഹായിക്കേണ്ട വ്യക്തിയല്ല. ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ യേശു ഉണരുമ്പോഴാണ് യേശു പ്രസക്തമാകുന്നത്. ഈ തത്വമസിയുടെ അർത്ഥമൊക്കെ എല്ലാം അത് തന്നെയല്ലേ? തത്വമസിയുടെ അത് തന്നെയാണ്. അതുപോലെ തന്നെ ബക്രീദ് ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ഈ എല്ലാ സംസ്കാരങ്ങളും എടുത്തു നോക്കുക, എല്ലാ മതങ്ങളും എടുത്തു നോക്കുക. ഈ എല്ലാ മതങ്ങളുടെയും എടുത്തു നോക്കുമ്പോൾ ആ കഥകളിലൊക്കെ തന്നെ നമുക്ക് ഈ അവിശ്വസനീയമായ ഒരു കഥകൾ കാണാൻ പറ്റും. ട്രൈബൽസിൻ്റെ എടുത്ത് നോക്കുക, എല്ലായിടത്തും ഈ മൃഗങ്ങളുടെ അസോസിയേഷൻ കാണാം. അതെ, അതുണ്ട്. മനസ്സിലായി? എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പോൾ യേശു കാലിത്തൊഴുത്തിലാണ് ജനിച്ചത്. ഇപ്പോൾ ഒരു ചെറിയൊരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. കാലിയായ തൊഴുത്തായത് കൊണ്ടായിരുന്നു കാലിത്തൊഴുത്തായത്, അതുകൊണ്ടാണ് കാലികളെ കൊന്ന് ക്രിസ്മസ് തിന്നുന്നൊക്കെ ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വംശം ഏതാണ്, നമ്മളുടെ ഏത് സ്പീഷീസാണ്, നമ്മളുടെ ജന്തുവർഗത്തിൽപ്പെട്ടവരാണ്, അല്ലേ? നമ്മളിൽ എപ്പോഴും ഈ ജന്തു സഹജമായ എല്ലാ വാസനകളും ഉണ്ട്. ഉണ്ണാൻ, ഉറങ്ങാൻ, ഇണചേരാൻ, വിശപ്പകറ്റാൻ, ഇതെല്ലാം എല്ലാ ജീവികൾക്കും ഒരുപോലെയാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തരാകുമ്പോഴാണ് മനുഷ്യനായിട്ട് മാറുന്നത്. ഈ ജന്തുക്കളുടെ ഈ പ്രക്രിയകളെല്ലാം കൂടെ കടന്നു പോവുകയും അതേ സമയത്ത് അതിൽ നിന്ന് ഉയരുമ്പോഴാണ് മനുഷ്യൻ്റെ ആ മാനവികത, മനുഷ്യത്വം എന്ന് പറയുന്ന ഗുണം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ജന്തുലോകത്തിലെ അംഗങ്ങളാണ് നമ്മൾ. ആ ജന്തുലോകത്തിൽ ശുദ്ധബോധമായിട്ട് ജന്മം എടുക്കുന്ന അതിനകത്ത് ശുദ്ധബോധമായി മാറുകയാണ് മനുഷ്യൻ. അവിടെയാണ് കാലിത്തൊഴുത്തിൽ യേശുവിൻ്റെ പിറവി. എല്ലാ മതങ്ങളും എടുത്തു നോക്കൂ, ഈ അസോസിയേഷൻ കാണാൻ പറ്റും. ട്രൈബൽസിൻ്റെ അടുത്ത് നോക്കൂ, ട്രൈബൽസിൻ്റെ കൊമ്പൊക്കെ വെച്ചിട്ടുള്ള രൂപങ്ങളുള്ള ഉണ്ടല്ലേ, ഇതെല്ലാം ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സിമ്പിൾസാണ്. അപ്പോൾ ഈ സിമ്പിൾസ് കാണിക്കുന്നത് നമ്മളിലുള്ള മൃഗങ്ങളുടെ വാസനയുണ്ട്. നമ്മളിലുള്ള മൃഗങ്ങളെ നമ്മൾ കൊല്ലുകയല്ല ചെയ്യുന്നത്, നമ്മളിലുള്ള മൃഗങ്ങളെ നമ്മളെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. എന്നിലും മൃഗവാസനയുണ്ട്. എനിക്ക് നിങ്ങളെ ആക്രമിക്കാൻ തോന്നുന്ന ചില നിമിഷങ്ങളുണ്ടാവും. ആക്രമിക്കാൻ തോന്നുന്ന നിമിഷങ്ങളുണ്ടാവുന്ന സമയത്ത് എന്നിലെ മൃഗവാസന ഇതാ ഉയർന്നിരിക്കുന്നു എന്ന് അറിയുന്നവൻ ആരാണോ അവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അവനാണ് അവനെ സ്നേഹിക്കുന്നത്. എങ്കിൽ മാത്രമേ അവനോട് സ്നേഹം ഉണ്ടാവുള്ളൂ. കാരണം അവൻ ആ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. ഞാനൊരിക്കലും ഒരാൾ പറഞ്ഞൊരു കഥ കേട്ടതാണ് സാർ, സത്യമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും ബലിയുടെ തത്വം ചോദിച്ചപ്പോൾ തന്നിൽ ഉണരുന്ന മൃഗവാസനയെ ഇല്ലാതാക്കുന്നതാണ് ഈ ബലിയുടെ തത്വം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അംഗീകരിക്കണമോ എന്നാണ് അല്ല എങ്കിൽ പോലും സാറ് പറഞ്ഞതുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു മൃഗവാസനയെ നമ്മൾ എങ്ങനെ ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കൊല്ലുക എന്നുള്ളത് നമ്മുടെ അതൊക്കെ ആലങ്കാരികമായ പ്രയോഗങ്ങളാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു കിളികളെ 5 അരിഞ്ഞു വീഴ്ത്തി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഏതെങ്കിലും കിളികളെ ആരെങ്കിലും എടുത്ത് മറ്റേ ഈ കത്തിയെടുത്ത് വെട്ടുന്നതിനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും, അല്ലേ? നമ്മൾ അങ്ങനെ വാച്യാർത്ഥത്തിലല്ല എടുക്കേണ്ട സാധനം. അതേപോലെ ഗീത മുഴുവൻ ഈ ശസ്ത്രേണ ചിത്വം എന്നാണ് പറഞ്ഞേക്കുന്നത്. അസംഗമാകുന്ന ശസ്ത്രം കൊണ്ട് വെട്ടിമാറ്റണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വെട്ടിമാറ്റുക എന്ന് പറയുന്നതിനെ കൊല്ലുക എന്നുള്ളതല്ല, നമ്മളിലുള്ള മൃഗത്തിൻ്റെ വാസനയെ നമ്മൾ അറിയുന്നു എന്ന് വിഷയം വരും. നമ്മൾ എങ്ങനെയാണോ കാലിത്തൊഴുത്തിൽ യേശു പിറന്നു വീണത്, നമ്മൾ ആ സമൂഹത്തിലാണ്, ജന്തുവർഗത്തിലാണ് നമ്മൾ പിറന്നത്. പക്ഷേ അവിടെ ശുദ്ധബോധമായിട്ടാണ്, അല്ലേ? യാതൊരു അറ്റാച്ച്മെൻ്റ് ഇല്ല. ഉണ്ണിയേശു എന്ന് പറയുന്ന ആ സാധനം ശുദ്ധബോധമാണ്. ഉണ്ണികൃഷ്ണൻ അത് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പം ഉണ്ണികൃഷ്ണനെ നമ്മൾ എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കാണുന്നത്? ഗോപാലനായിട്ടാണ് കാണുന്ന സാധനം. അപ്പോൾ ഇതെല്ലാം ഈ മൃഗങ്ങളായിട്ട് ഈ അസോസിയേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഇവിടെ സിംബോളിക്കായിട്ട് ഇങ്ങനെ ആൾക്കാരിൽ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇത് ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അതറിയാം. മാർപ്പാപ്പ ഇത് പറഞ്ഞു കഴിഞ്ഞു. കത്തോലിക്ക സഭയുടെ മൂലക്കല്ലിളക്കുന്ന സംഗതിയാണ് പറഞ്ഞത്. മരിച്ചതിന് ശേഷമല്ല സ്വർഗം,
അത് ഈ നമ്മുടെ ഇവിടെ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് സ്വർഗവും നരകവും എന്നുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ അദ്ദേഹം സിംഗപ്പൂരിൽ വന്നപ്പോൾ പറഞ്ഞു, ദൈവം ഒന്നേ ഉള്ളൂ, എല്ലാ മതങ്ങളും അവിടേക്കുള്ള വഴിയാണ്. വത്തിക്കാൻ സഭ അപ്പം ഇടപെട്ടു. മാർപ്പാപ്പയാണെന്ന് നോക്കിയൊന്നുമില്ല. മണിക്കൂറുകൾക്കകം വത്തിക്കാൻ പ്രസ്താവന ഇറക്കി. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതല്ല, ദൈവം ഒന്നേ ഉള്ളൂ. കാരണം ഏകദൈവം എന്ന് പറഞ്ഞാൽ പോയില്ലേ, കത്തോലിക്ക സഭയ്ക്ക് പിന്നെ നിലനിൽക്കാൻ പറ്റൂ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഇത് ഏക ദൈവമേ ഉള്ളൂ, ബാക്കി എല്ലാ മതങ്ങളും അവിടേക്കുള്ള വിവിധ വഴികളാണ് അല്ലേ. ഉടനെ തിരുത്തി. മാർപ്പാപ്പ ഉദ്ദേശിച്ചത് എല്ലാ മതങ്ങളും കാണപ്പെടുന്നത് എങ്ങനെയാണ് എന്നൊക്കെയോ പറഞ്ഞിട്ടൊരു പ്രസ്താവന ഇറക്കിയിട്ട് അവ്യക്തമായ പ്രസ്താവനയിലൂടെ മാർപ്പാപ്പയെ നിശബ്ദരായി കളഞ്ഞു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാലോചിച്ചു, ഇതിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിൽ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അല്ല, അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് അദ്ദേഹം സാത്താൻ സേവയുടെ ആളാണ് എന്ന് വരെ വിമർശനം ഉന്നയിച്ചു. ഉണ്ടായി. കാരണം ഈ മരിച്ചതിന് ശേഷമാണ് സ്വർഗത്തിൽ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മനുഷ്യരാണ് കൂടുതലും. ആ വിശ്വാസമാണ്, ആ വിശ്വാസത്തിൻ്റെ കല്ലാണ് ഇളക്കിയത്. എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല? അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ സഭ പിടിമുറുക്കുന്നത്. ഇപ്പോൾ കാണാനില്ല, ഇന്നലെ അങ്കമാലി എറണാകുളം അങ്കമാലി രൂപത പിന്നെ ജനാഭിമുഖ കുർബാന വേണോ അതല്ല മറ്റേ കുർബാന വേണോ, അത് സംബന്ധിച്ച് കുറേ പിന്നെ പുരോഹിതന്മാരെ പുറത്താക്കുന്നു. അവരവിടെ ജീവൻ പോയാലും ഇറങ്ങത്തില്ല എന്ന് വാശി പിടിക്കുന്നു. എല്ലായിടത്തും സംഘർഷമല്ലേ. ഈ പുരോഹിതന്മാർ തമ്മിൽ സംഘർഷം, പുരോഹിതന്മാർ തമ്മിലും അധ്യക്ഷന്മാർ വരുന്നവരും റിയൽ എസ്റ്റേറ്റിൽ പെടുന്ന വിഷയങ്ങൾ, അവർക്ക് കോടതിയിൽ പോകേണ്ടി വരുന്നുണ്ട്, അവർക്ക് രാജിവെക്കേണ്ടി വരുന്നു. ഇതെല്ലാം ഈ യേശുവിനെ മറക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കുക, എല്ലാ ആചാരങ്ങളുടെയും, ഇപ്പോൾ ഓണമായിക്കോട്ടെ, ബക്രീദ് ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, എല്ലാ ആഘോഷങ്ങൾക്കും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യൻ ഈ ജന്തുവർഗത്തിൽപ്പെട്ടതാണ് എപ്പോഴും ഈ അബോധാവസ്ഥയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കും. ഈ അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് ഉണരാനുള്ള ഓർമ്മപ്പെടുത്തലാണ് എല്ലാ ആഘോഷങ്ങളും. ഈ ക്രിസ്മസും അതിനുള്ള സാധനമാണ്. അത് തിരിച്ചറിയുന്നില്ല. പക്ഷേ ഈ ക്രിസ്മസിന് നമ്മുടെ ഓണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അബോധ മരുന്ന് വിൽക്കപ്പെടുന്ന, അതായത് ഏറ്റവും സർക്കാരിന് വരുമാനം ഉണ്ടാക്കുന്ന അബോധ പാനീയം വിൽക്കുന്ന അല്ലെ മരുന്ന് വിൽക്കുന്ന സമയമാണ് ഈ ഓണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും കാലിപ്പഴുത്തിൽ വരുന്ന ആ ഉണ്ണിയേശുവിൻ്റെ നിഷ്കളങ്കതയിലേക്ക് ഓരോ വ്യക്തിയും അവൻ്റെ ഉള്ളിലെ ഉണ്ണിയേശുവിനെ അറിയേണ്ട, അല്ലെങ്കിൽ ആ നിഷ്കളങ്കതയെ, ആ ശുദ്ധബോധത്തെ തിരിച്ചറിയേണ്ട അവസ്ഥയിൽ അവൻ എന്തു ചെയ്യുന്നു? കാലിത്തൊഴുത്തിലെ കാലിയും കൊന്ന് ഈ അബോധമരുന്നും കഴിച്ച് ലക്കില്ലാതെ കിടക്കുന്നു. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇത് ഓണമായാലും ഇത് തന്നെയാണ്, ക്രിസ്മസ് ആയാലും ഇത് തന്നെയാണ്. ബക്രീദ് ആകുമ്പോൾ അത്യാവശ്യം കുറച്ചൊരു ഭേദമുണ്ട്. അവർ മറ്റേ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും മറ്റ് നോമ്പും ഒക്കെ ആയിട്ട് കുറേ പോകുന്നുണ്ട്. ബാക്കി ഈ രണ്ട് സമുദായവും ബോധാവസ്ഥയിലേക്ക് ഉയരേണ്ട സമയത്ത് അബോധത്തിൻ്റെ പട്ടുകുഴിയിലേക്ക് വീഴുകയാണ് ചെയ്തത്. പിന്നെ എങ്ങനെ നമ്മുടെ സമൂഹത്തിനകത്ത് ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും? വർത്തമാനകാല മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇന്ന് കണ്ടിരിക്കുന്നു, ഒരു മകൻ അമ്മയെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടു. ഓരോ ദിവസവും നമ്മൾ മാധ്യമങ്ങളിലൂടെ നോക്കിയാണ് കാണുന്ന വാർത്തകളുടെയൊക്കെ കാരണം ഇതാണ്, ഈ അബോധാവസ്ഥയിലാണ്. ശരിയാണ് അല്ലേ? മൃഗങ്ങൾക്ക് പോലും ലജ്ജയുണ്ടാവും. മൃഗങ്ങൾ അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയേ മറ്റു മൃഗങ്ങളെ കൊല്ലാറുള്ളൂ, പിന്നെ രക്ഷയ്ക്കും വേണ്ടിയിട്ട്. ഇതല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ ഈ ആഘോഷങ്ങളും ആത്മീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും എല്ലാം നമ്മുടെ സ്വത്വബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ ആത്മീയ ബോധ തലത്തിലേക്ക് ഉയരേണ്ടതാണെന്നും അവിടെ ചെന്ന് എത്തി നിൽക്കുമ്പോൾ എല്ലാം ഒരു മഹാചൈതന്യത്തിൻ്റെ ഭാഗമാണ് എല്ലാവരും എന്നുള്ള ഒരു ആത്മബോധം നമ്മിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാവരെയും ഒരേപോലെ കാണാനുള്ളൊരു മനസ്സുണ്ടാകും. പക്ഷേ ആ രീതിയിലേക്കല്ല പോകുന്നതെന്നും മരുന്ന് കഴിച്ച് തളർന്നു വീഴുന്ന ആളുകളായി മലയാളികൾ മാറുന്നു എന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്പിരിച്വലാവുന്നു. എന്ത് തന്നെയായാലും ഇനിയെങ്കിലും ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരിക്കലും മനുഷ്യൻ മാറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. 100 വർഷത്തിന് മുമ്പുള്ള നമ്മളല്ലല്ലോ ഇപ്പോഴത്തെ നമ്മൾ. തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാവും. ശരി, അതായിരിക്കട്ടെ ക്രിസ്മസ് നയിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.